ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുകയാണ്. ദുഃഖവെള്ളി ഒരുപാട് സങ്കടങ്ങൾ ഗിനിയുന്ന ഒരു വല്ലാത്ത വേദനയുടെ ഒരു ദിവസമാണ്. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും അവന്റെ വേദനകൾ കണ്ടു നിൽക്കുന്ന കുറെ ജനങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. ഒരുപാട് ധ്യാനിക്കാനുള്ള ദിവസമാണിന്ന്. ശരിക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കണ്ണുകളിലൂടെ ഈ ഒരു ദിവസത്തെ ഒന്ന് കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് അപസ്മാര രോഗം ഉണ്ടാവാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. എന്താണ് ഈ അപസ്മാര രോഗമെന്ന് ഈ പുതിയ നിയമത്തിന്റെ താളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കണ്ടെത്തുന്നുണ്ട്. ഒരപ്പൻ തൻ്റെ മകനെയും കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരാണ്. ഈശോ പറയുന്നുണ്ട്, ഈശോയോട് പറയാണ്, എൻ്റെ മകൻ തീയിലും വെള്ളത്തിലും വീഴുന്നുണ്ട്. അവനെ ഈ പിശാചിവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്താണ് തീ, എന്താണ് വെള്ളം? തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ കടുപ്പമേറിയ വേദനാജനകമായ അനുഭവങ്ങളാണ്. തണുപ്പ്, വെള്ളം എന്ന് പറയുന്നത് കുറച്ചും കൂടി തണുപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ജീവിതത്തിന് രണ്ട് എക്സ്ട്രീമിറ്റീസിൽ എൻ്റെ മകൻ വീണു പോകുന്നു എന്ന സങ്കടത്തോടെയാണ് ഈ അപ്പൻ ഈ മകനെയും കൊണ്ടുവരുന്നത്. അവൻ അപസ്മാര രോഗമാണെന്നാണ് സുവിശേഷം പറയുന്നത്. സന്തോഷത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയും സങ്കടത്തിൽ മതിമറന്ന് നിരാശപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു മകനെയും കൊണ്ടുവരുന്ന ഒരപ്പൻ. ഇവൻ അപസ്മാര രോഗം എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്ക് ഈ രണ്ട് എക്സ്ട്രീമിറ്റീസിലും വീഴുന്നുണ്ടോ? ശരിക്കും പരിശുദ്ധ കന്യകാമറിയത്തെ ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയവളാണ്. ഒരു യൗവന പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു കുടുംബം ഉണ്ടാവണം എന്നുള്ളതാണ്. ആ കുടുംബം ഉണ്ടാവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്നുള്ളത്, ആ കുഞ്ഞിന് നല്ലൊരു പേര് കൊടുക്കണമെന്നുള്ള, ഓമനിക്കണമെന്നുള്ളതാണ്. ജീവിതം മുഴുവൻ ശരിക്കും സങ്കടങ്ങളുടെ ഒരു മഴപ്പെയ്ത്തായ ഒരു സ്ത്രീ അവസാനവിധ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി നിശ്ചലമായ ശരീരം കരങ്ങളിൽ വെച്ചുകൊണ്ട് അവൾ വാവിട്ട് കരയണില്ല. അവൾ ചെയ്യണത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ സംസ്കരിച്ചതിന് ശേഷം അവൾ കാത്തിരുന്നു കൊണ്ട് ഈ കല്ലറയിലേക്ക് വരുന്നത്. ശരിക്കും ദുഃഖവെള്ളിയിലെ ഈ പരിശുദ്ധ കന്യകാമറിയം പഠിപ്പിക്കുന്ന അതേ നല്ലൊരു ചിന്തയുള്ളൂ. ജീവിതത്തിൽ കാത്തിരിക്കാൻ കഴിയണം. പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്തും കാത്തിരിക്കാൻ കഴിയണമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെയാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ കന്യകാമറിയത്തെ ഇന്ന് ധ്യാനിക്കണം. രണ്ടാമത് ധ്യാനിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ കൗറിൻകാരനായ ശിമയോനെ കുറിച്ചാണ്. ശരിക്കും ഈ കൗറിൻകാരനായ ശിമയോനെ കുറിച്ച് 5-ാം സ്ഥലത്തില് ഈ കൃത്യമായിട്ട് ആബേലച്ചൻ പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കൗറിൻകാരനായ ശിമയോൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്നു. ശരിക്കും ഈ ശിമയോനിൽ കുറെ കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട്. 2 കാര്യങ്ങൾ ഇന്ന് പെട്ടെന്ന് നമുക്ക് ധ്യാനിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അവൻ കൃഷിസ്ഥലത്ത് നിന്നാണ് അവൻ വന്നത്. അവൻ ജോലി കഴിഞ്ഞ് വന്നവനാണ്. ഈ വേദനയും തൻ്റെ ജീവിതത്തിന്റെ അധ്വാനങ്ങളുടെ ആ പ്രവർത്തനങ്ങൾക്ക് അവസാനം അവൻ ഇവിടെ വന്നു നിൽക്കുകയാണ്. അവിടെയാണ് ഒരു പരിചയമില്ലാത്തൊരു ക്രിസ്തുവിന് വേണ്ടി അവന്റെ തോള് ചരിച്ചു കൊടുത്ത് സ്നേഹത്തോടെ അവൻ ചേർത്ത് പിടിക്കുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് ധ്യാനിച്ചു നോക്കാം. നമ്മുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞു വാവിട്ട് കരയുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത്രയും നേരം കഷ്ടപ്പെട്ടു, എന്നിട്ട് പിന്നെയും ഞാൻ സഹിക്കുകയാണോ? ഞാൻ കുറെ കാര്യങ്ങൾ അധ്വാനിച്ചു, പിന്നെയും എനിക്കൊരു ഭാരം വരുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്? പലപ്പോഴും നമ്മൾ അസ്വസ്ഥതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ശിമയോൻ ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാവണത്. നിന്റെ സഹനങ്ങൾക്കപ്പുറത്ത്, നിന്റെ വേദനകൾക്കപ്പുറത്ത്, നിന്റെ അധ്വാനങ്ങൾക്കപ്പുറത്ത് അപരന്റെ സഹനത്തിന് വേണ്ടി ഒരു തോള് ചരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ മകൻ കരയുമ്പോൾ, എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ അധ്വാനിച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ മൊബൈൽ വട്ടം കാണിച്ച് ഈ കുഞ്ഞിനെ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ അധ്വാനങ്ങൾ ഉള്ളത് കൊണ്ട്, എനിക്ക് ജോലി ഉള്ളത് കൊണ്ട്, തിരക്കുള്ളത് കൊണ്ട് തൽക്കാലം എൻ്റെ കുഞ്ഞ് ഈ മൊബൈൽ കണ്ട് ആശ്വസിക്കട്ടെ. അമ്മയ്ക്ക് വേണ്ടിയും അപ്പന് വേണ്ടിയും കരഞ്ഞിരുന്ന അവൻ്റെ കണ്ണുനീരുകൾക്ക് ഞാനൊരു മൊബൈൽ കൊടുത്ത് പറ്റിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഈ ശിമയോൻ എൻ്റെ മുമ്പിൽ വെല്ലുവിളിയാവുകയാണ്. രണ്ടാമത് ഈ ശിമയോൻ എൻ്റെ മുമ്പിൽ വെല്ലുവിളിയായത് ഇത് തന്നെയാണ്. ഒരു അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി ഇവൻ അറിയപ്പെടുകയാണ്. പിന്നീട് നമുക്കറിയാം, ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വലിയ സുവിശേഷ പ്രഘോഷകരായിട്ട് ഇവർ മാറുന്നുണ്ട്. രണ്ടുപേരും ഇവർ ഈ മർക്കോസിന്റെ കൂടെ സുവിശേഷം പ്രഘോഷിച്ച് നടക്കുകയാണ്. ഇവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് ഐഡന്റിറ്റി? കുരിശു ചുമന്ന അപ്പന്റെ മക്കളാണ് ഇവർ. ക്രിസ്തുവിന്റെ കുരിശിന് വേണ്ടി തോള് ചരിച്ചു കൊടുത്ത ഒരു ശിമയോന്റെ മകനാണ് ഞാനെന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അലക്സാണ്ടറും റൂഫസും. അതുകൊണ്ടാണ് ഈ 5-ാം സ്ഥലത്ത് ഈ ആബേലച്ചൻ മറക്കാതെ ആ പ്രാർത്ഥന ചേർത്ത് വെച്ചത്. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ശിമയോൻ ക്രിസ്തുവിന് വേണ്ടി തോള് ചരിച്ചു കൊടുത്തു.
മാതാപിതാക്കളെ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഐഡന്റിറ്റി ഇതാ. എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച ഒരപ്പൻ, കർത്താവിന് വേണ്ടി ജീവിച്ച അമ്മ, എൻ്റെ അമ്മ ദൈവത്തെ തൊട്ടവളാണ്, ദൈവം തൊട്ടവളാണ്, സ്വർഗത്തെ തൊട്ടവളാണെന്ന് പറയാൻ കഴിയുന്നിടത്ത് എൻ്റെ മകന്റെയും മകളുടെ മുമ്പിൽ എൻ്റെ ജീവിതം വ്യത്യാസപ്പെടാണ്. ഈ ഒരു ദുഃഖവെള്ളിയില് ശിമിയോൻ എന്നുള്ള അപ്പൻ എൻ്റെ മുമ്പിൽ തരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാ. ദൈവത്തെ തൊട്ടവനാകാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? സ്വർഗത്തിന്റെ സ്വന്തമാകാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിന്റെ വലിയ എക്സ്ട്രീമിറ്റീസിൽ പോലും ശാന്തമായി ഇടപെടാൻ, ശിമയോനെ പോലെ ജീവിതത്തിന്റെ സഹനങ്ങൾക്ക് ശേഷവും അപരന്റെ സഹനങ്ങൾക്ക് കൂട്ടിരിക്കാൻ, ദൈവം തൊട്ടപ്പൻ എന്ന ഐഡന്റിറ്റിയോടെ മുന്നോട്ട് പോകാൻ ഈ ദുഃഖവെള്ളി നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.